കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് കുട്ടികളെ സംബന്ധിക്കുന്ന വിവരങ്ങളായിരുന്നു. മയക്കുമരുന്നിന് അടിമയായ യുവാവ് അമ്മയെ കുത്തിക്കൊന്ന സംഭവം, മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന് അധ്യാപകന് നേരെ കൊലവിളി നടത്തിയ സംഭവം. യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗം വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. മദ്യത്തിൽ നിന്നും മരിജ്വാനയിലേക്കും അവിടെ നിന്നും സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി വസ്തുക്കളിലേക്കും ഉപയോഗം തുടങ്ങി. അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെയധികം വളരെ ഡേഞ്ചറസ് ആണ്. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ത്വര അവരിലുണ്ടാക്കുന്നു. ഇത് അവരെ മാനസികമായും ശാരീരികമായും ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുന്നു. ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ മാനസിക ശാരീരിക അവസ്ഥ വളരെ അവതാളത്തിലായിരിക്കും. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുട്ടികളും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ വഴിക്ക് തിരിയുന്നത്? കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ചും സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചും മാതാപിതാക്കളും അധ്യാപകരും മനസ്സിലാക്കണം. കുട്ടികൾ ലഹരിയെ ആശ്രയിക്കുന്നതിനും അഗ്രസീവ് ആകുന്നതിനും പല ഘടകങ്ങളുമുണ്ട്. കൗമാര കാലഘട്ടത്തിലാണ് പല കുട്ടികളും ലഹരി മരുന്നിനെ ആശ്രയിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, പുകവലി എന്നിവയെ അറിയാനുള്ള കൗതുകം, ജിജ്ഞാസ, ആകാംക്ഷ ഇതെല്ലാം ഈ പ്രായത്തിൽ എല്ലാ കൗമാരക്കാരിലും ഉണ്ടായിരിക്കും. എന്നാൽ അവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് പ്രധാനം. ഈ സന്ദർഭങ്ങളിൽ അവരെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി പല ലോബികളും അവരെ കാത്തിരിപ്പുണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ കുട്ടികൾ അതിലേക്ക് വീഴുന്നു. കൗമാര കാലഘട്ടത്തിലാണ് ശാരീരിക വളർച്ചയും വൈകാരികമായും വൈജ്ഞാനികമായും വളരുന്നത്. ഈ സമയത്തിൽ അവരുടെ ചിന്താശേഷി വളരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ അപകടങ്ങളിലേക്ക് ചെന്നു ചാടുന്നത്. ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന ആകാംക്ഷയും ജിജ്ഞാസയും നിറഞ്ഞ മനോഭാവമാണ് കൗമാരക്കാർ ലഹരിയിലേക്ക് പോകുന്നതിന്റെ ആദ്യപടി. രണ്ടാമതായി പിയർ ഗ്രൂപ്പ് പ്രഷർ ആണ്. സുഹൃത്തുക്കളെ എങ്ങനെ പിണക്കും എന്ന് കരുതി സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി പലരും ഉപയോഗിക്കുന്നു. മൂന്നാമതായി കുടുംബ പ്രശ്നങ്ങളാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഡൈവോഴ്സ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികൾ, സിംഗിൾ പാരന്റിന്റെ കുട്ടികൾ, ഇവർക്ക് ശരിയായ സ്നേഹവും സംരക്ഷണവും കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ലഹരിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് റോൾ മോഡലുകളാണ്. കുടുംബത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കുട്ടികൾ അവരെ റോൾ മോഡലാക്കാം. അത്തരത്തിലുള്ള കുട്ടികളും ലഹരിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം? കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതിനെ എങ്ങനെ പരിഹരിക്കാം? കുട്ടികളെ ശരിയായി കേൾക്കുകയും കുട്ടികളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അവരോടൊന്നിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുവാനും ശ്രദ്ധിക്കുക. മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും ദോഷഫലങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. നല്ല സാമൂഹിക ചുറ്റുപാടുകൾ, കുടുംബ അന്തരീക്ഷവും അവർക്ക് ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്ക് പിന്തുണ നൽകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കളികളിലും സ്പോർട്സിലും കലാപരമായ കാര്യങ്ങളിലും അവരെ പങ്കെടുപ്പിക്കുക. വായനയെ പ്രോത്സാഹിപ്പിക്കുക. സ്നേഹപരമായിട്ടുള്ള സംരക്ഷണം അവർക്ക് നൽകുകയാണെങ്കിൽ കുട്ടികളെ ലഹരിയിൽ നിന്നും മാറ്റി നിർത്താൻ സഹായിക്കും. സിനിമകളും പരസ്യങ്ങളും കുട്ടികളെ ലഹരിയിലേക്ക് പ്രേരിപ്പിക്കാറുണ്ട്. കുട്ടികളെ ചേർത്ത് നിർത്തുക. കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു, ലഹരി ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ അത് പാട്ടാക്കാതെ, എല്ലാവരെയും അറിയിക്കാതെ, അത് സ്വകാര്യമായി കുട്ടികളുടെ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലല്ലാതെ അവ കൈകാര്യം ചെയ്യുകയും, കുട്ടികൾ ലഹരി ഉപയോഗിച്ചു എന്നറിഞ്ഞാൽ മാതാപിതാക്കളും സമൂഹവും അവനെ ചേർത്ത് നിർത്തുക. അവനെ മാറ്റി നിർത്താതെ, അവനെ അടിക്കാതെ, ഉപദേശങ്ങൾ നൽകാതെ നല്ല രീതിയിലുള്ള ബോധവൽക്കരണം അവന് നൽകുക.
അതല്ലെങ്കിൽ അവന് കുറ്റബോധം ഉണ്ടാവുകയും ഞാൻ ഇങ്ങനെയായല്ലോ, ഇനി ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ള ചിന്താഗതികളിലൂടെ പോകുകയും അതല്ലെങ്കിൽ വീണ്ടും അവൻ ഇത്തരം തെറ്റുകളെ ആവർത്തിക്കുകയും പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക്, വലിയ അപകടങ്ങളിലേക്ക് കുട്ടികൾ ചെന്നെത്തുകയും ചെയ്യുന്നു. രക്ഷിതാക്കൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും സമൂഹത്തിനും കുട്ടികളെ ലഹരിയിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് നല്ല ഉത്തരവാദിത്തമുണ്ട്. ടേക്ക് കെയർ.